Alex. Sir. Take them out. Congrats, Niranjan. So the case is over in record time. Good. Sir, പെട്ടെന്ന് DG മിനിസ്റ്ററെ വിളിച്ച് വിവരം പറഞ്ഞാട്ടെ. No, sir. നമ്മൾ റഷ് ചെയ്യാൻ പാടില്ല. അവന്മാരുടെ മൊഴികളും കേസിന്റെ ഫാക്സും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. മിണ്ടാതിരിക്കടോ. അവന്മാർ പറഞ്ഞ സീക്വൻസിൽ ഒരു അസ്വാഭാവികതയുമില്ല. ഇറ്റ് വാസ് എ റാൻഡം കില്ലിംഗ് കമ്മിറ്റഡ് ഓൺ ഇമ്പൾസ്. ജസ്റ്റ് വൈൻഡ് അപ്പ് ദ കേസ് റൈറ്റ് നൗ. പറ്റില്ല സർ. അങ്ങനെ ഞാൻ കേസ് വൈൻഡ് അപ്പ് ചെയ്യില്ല. നിരഞ്ജൻ, യു നോ വെരി വെൽ, പ്രതികളിൽ നിന്ന് ഇത്രയും സ്ട്രോങ് ആയ ഒരു കുറ്റസമ്മതമുള്ള സ്ഥിതിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒരു പരിധിക്കപ്പുറം കൊണ്ടുപോകാനാവില്ല. എനിക്കറിയാം സർ. പക്ഷെ നമ്മളിപ്പോ ഇവിടെ കേട്ടത് ഉണ്ടാക്കിയെടുത്തൊരു കഥയാണെങ്കിലോ? Then you prove it, നിരഞ്ജൻ, but you don't have time. ഇനി മറ്റൊരു തിയറിക്ക് സാധ്യതയില്ല നിരഞ്ജൻ. ഐ എം സോറി. സർ, ഫോറൻസിക് റിപ്പോർട്ടും ഓട്ടോപ്സി റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഫോറൻസിക് ടെസ്റ്റ് കഴിഞ്ഞ് സൈമണിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അലക്സ്. സർ, ഫ്രണ്ടുമായിട്ട് അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സമാധാനവും ഇല്ല. വല്ല YWCയിലും അക്കോമഡേഷൻ നോക്കിക്കൂടെ നിനക്ക്? അമ്മ, അപ്പാർട്ട്മെന്റ് ഷെയറിംഗ് ഒക്കെ ഇപ്പോൾ യൂഷ്വൽ അല്ലേ? അതും ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയിൽ. മിസ് മീര കൃഷ്ണദാസ് എങ്ങോട്ട് പോകുന്നു? അവള് ബാംഗ്ലൂർക്ക് പോവാ. എന്താ സർ കാര്യം? ബാംഗ്ലൂരിൽ എന്താ? അവള് ചോദ്യം നിങ്ങളോടല്ല. ബാംഗ്ലൂരിൽ എനിക്കൊരു ജോലി കിട്ടി. നെയിം ദ ഫേം. Pegasus Infotainment Private Limited as Assistant Manager Business Development. May I know why these queries? Oh, you don't know. Of course I don't know. Well then take it from me, you're not going anywhere. നിങ്ങൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. CI Alex will tell you when. കൊല്ലപ്പെട്ട സൈമൺ പാലത്തിങ്ങളുടെ കമ്പനിയിൽ വൈസ് പ്രസിഡന്റ് പബ്ലിക് റിലേഷൻസ് ആയിരുന്നുവല്ലോ നിങ്ങൾ. വെറും ഒരു എംപ്ലോയി ബന്ധമല്ലായിരുന്നു നിങ്ങളുടേതെന്ന് ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. നിരഞ്ജൻ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ്, ആൻഡ് യു ക്യാൻ കോൾ മീ സർ. ഞങ്ങളുടെ ഇന്റർഗേഷൻ കഴിയുന്നവരെ നിങ്ങൾ ഞങ്ങളുടെ ഒബ്സർവേഷനിലായിരിക്കും. ഇൻ അതർ വേർഡ്സ്, യു ആർ ഡീറ്റെയിൻഡ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത വിധം ഒരു പോലീസ് പ്രസൻസ് ഈ പരിസരത്തുണ്ടാവും. സോ അലക്സ് വിൽ കോൾ യു. സർ, പക വിട്ടുവാണോ? എപ്പോഴും ഓർമ്മയിലുള്ള ശത്രുവിനോടെ പ്രതികാരമുള്ളൂ.
നിങ്ങൾ എൻ്റെ ഓർമ്മകളിലില്ല. May I come in, sir? Come in. നിരഞ്ജൻ, ആൻ ഇമ്പോർട്ടന്റ് മാറ്റർ. കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായെന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു പത്രസമ്മേളനം ഞാൻ നടത്തണമെന്ന് DGയുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സർ, ഇറ്റ്സ് ടു ഏർലി. ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിൽ ഇപ്പോഴും ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. ദാറ്റ്സ് ഓൾ ക്രാപ്പ് സർ. കസ്റ്റഡിയിലുള്ള പ്രതികൾ കുറ്റം സമ്മതിച്ചു. സോ ദ കേസ് ഇസ് ഓവർ. നോ, ദ കേസ് ഇസ് നോട്ട് ഓവർ, സർ. കൊല്ലപ്പെടുന്നതിന് 45 മിനിറ്റ് മുമ്പ് വരെ സൈമൺ പാലത്തിങ്ങളിലൊപ്പം ഉണ്ടായിരുന്ന പാറമട സുഭാഷിന്റെയും ജയപ്രതാപന്റെയും സ്പെസിഫിക് റോൾസ് എന്തായിരുന്നു എന്ന് പത്രക്കാർ ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? പിന്നെ ഈ കേസിൽ തുടക്കം മുതൽ ഓവർഷാഡോ ചെയ്ത ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് ഫാക്ടർ, ദുബായ് ബേസ്ഡ് ഓൺ മാർട്ടിൻ ദിനകറിന്റെ കേരളത്തിലെ സസ്പീഷ്യസ് ആയ പ്രസൻസ്. ടേക്ക് മൈ വേർഡ് സർ, മീഡിയ ഗ്രില്ലിംഗിൽ വി വിൽ കട്ട് എ സോറി ഫിഗർ. ഇത്രയും സെൻസേഷണൽ ആയ ഒരു കൊല നടന്നിട്ട് 6 ദിവസം തികയും മുമ്പേ മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് കേരള പോലീസിന് വലിയ നേട്ടമാണ്. എസ്പെഷ്യലി ചീഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായ ഇദ്ദേഹത്തിന്. എന്റെ തൊപ്പിയിലേക്ക് ഒരു പൊൻതൂവൽ കൂടി കയറുവാണെന്ന് താൻ പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു കോൾമേറും കൊള്ളുന്നില്ല മന്മത. സോറി മനോമോഹന. എടോ, പത്രസമ്മേളനം ഒരു കുരിശാവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബട്ട് നിരഞ്ജൻ, ഐ ഹാവ് നോ ചോയ്സ്. ഐ ഹാവ് ടു ഒബേ മൈ സുപ്പീരിയേഴ്സ് ഓർഡർ. യെസ്, യു ഹാവ് നോ ചോയ്സ് തോമസ്. പണ്ടത്തെ ഒരു ADGP ആയതുകൊണ്ട് കാവല് നിന്ന പോലീസുകാരൻ തന്റെ അനുവാദം വാങ്ങിക്കാതെ കടത്തിവിട്ടു. Am I intruding? നോ സർ, അങ്ങിരുന്നട്ടെ. So, what's going on here? You seem to be tensed. സൈമൺ പാലത്തിങ്കൽ കേസിലെ പ്രതികളെ കിട്ടിയായിരുന്നു. DG എന്നോട് ഒരു പ്രസ് ബ്രീഫിംഗ് നടത്താൻ പറഞ്ഞു, ഡിസ്ക്ലോസിംഗ് ഓൾ ദ ഫാക്ട്സ് ഓഫ് ദിസ് കേസ്. വേണ്ട തോമസേ, താൻ വെറുതെ ചെന്ന് കുഴപ്പത്തിൽ ചാടണ്ട. സാർ ഇതിലൊക്കെ കയറി അഭിപ്രായം പറയുന്നതിനാ? വേണ്ടത് എന്താണെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളാം. ദേ, കാക്കിയുടെ അന്തസ് അറിയാവുന്നവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ഒരു പിമ്പിന് സ്ഥാനമില്ല. ആ വാക്കിന്റെ എല്ലാ അർത്ഥങ്ങളും തനിക്ക് യോജിക്കുമെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് അധികാരദല്ലാൽ എന്നർത്ഥമാണ്. സർ, മൈൻഡ് യുവർ ലാംഗ്വേജ്. സർ, പ്ലീസ്. സർ, താൻ മിണ്ടായിരടൂ. സോറി തോമസ്, ഡിഡ്ന്റ് മീൻ ടു മേക്ക് എ സീൻ. ഞാൻ തന്നെ വൈകിട്ട് വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു. എൻ്റെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ വരുന്ന 18-ന് തറക്കല്ലിടുകയാണ്. ഫംഗ്ഷൻ തോമസ് ഉണ്ടാവണം. വരാം സർ. രാവിലെ ഹോം സെക്രട്ടറിയെ കണ്ടപ്പോഴാണ് DG തന്നോട് പ്രസ് മീറ്റ് നടത്താൻ ആവശ്യപ്പെട്ട വിവരം അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. തോമസ്, യു നോ വെൽ, നമ്മുടെ ഫോഴ്സിന്റെ തലപ്പത്തുള്ളതുപോലെ തൊഴുത്തിൽ കുത്ത് വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഇല്ല. സോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കണം. യു ഗെറ്റ് മീ? ഐ ഡു സർ. മറക്കണ്ട, 18-ാം തീയതി ഫോഴ്സിൽ നിന്ന് ആകെ 6 പേരെ ഞാൻ ക്ഷണിക്കുന്നുള്ളൂ. ഹീസ് ദർ ഇൻ ദ ലിസ്റ്റ്. ഞാനിവിടെ ഉണ്ടാവും സർ. എനിക്കൊരു ക്രൈസിസ് വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ വന്നു കണ്ട് 2 വാക്ക് പറയാൻ അങ്ങേക്ക് തോന്നിയില്ലേ? ഫോഴ്സിൽ ഇപ്പൊ ഇല്ലാത്തത് പരസ്പരമുള്ള ഈ കരുതലാണ്. താങ്ക് യു സർ. താങ്ക് യു. പൊട്ടേടോ. I'll see you, sir. Sir, please avoid a press meet. നിർബന്ധമാണെങ്കിൽ നമുക്കൊരു പത്രക്കുറിപ്പ് കൊടുക്കാം. A carefully worded press release. ചോദ്യവും ഉത്തരവും ഒന്നും ഉണ്ടാവില്ല. When DG says press meet, it's press meet, നിരഞ്ജൻ. സർ, ഉറപ്പായിട്ടും ഇത് മിസ്ഫയർ ചെയ്യും. നാളെ മീഡിയ ബാഷിംഗ് ഉണ്ടാകുമ്പോൾ സാർ ഒറ്റപ്പെടും. യു വിൽ ബി ക്രൂസിഫൈഡ്. അറിയാവടോ, എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ഫോഴ്സിന് എപ്പോഴും വേണ്ടത് ഒരു ബലിയാടിനെയാണ്. ദിസ് ടൈം ഇറ്റ്സ് മീ. അപമാനം സഹിക്കാൻ വയ്യാതെ വന്നാൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ മനുഷ്യനെ പോലെ 4 വരി കത്തെഴുതി ഞാനും കൊടുക്കും. പോയി തൊലയട്ടെന്ന് വെക്കും. പക്ഷേ ഭയന്ന് പിന്മാറാൻ ഞാനില്ല സർ. മുകളിൽ നിന്നുള്ള ഉത്തരവിൻപടി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി സാറിന് പറയാം that the case is over. But I will not take it. ബൈക്കിൽ പോകുന്ന സാധാരണക്കാരനെ പിടിച്ചിരുത്തി ഹെൽമെറ്റ് വെക്കാത്തതിന് പെറ്റി അടിച്ചു വിടുക മാത്രമല്ലല്ലോ പോലീസിന്റെ പണി. സാറ് പറഞ്ഞ അനുസരിച്ച് I have buckled my shoes and started the hunt. ഇനി യഥാർത്ഥ പ്രതികളെ കിട്ടിയിട്ടേ ഞാൻ ഓട്ടം അവസാനിപ്പിക്കും. സാറിന്റെ മാനസിക പിന്തുണ മാത്രം മതി എനിക്ക്. മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ല. മറ്റാരും എനിക്ക് വിഷയവുമല്ല. നമ്മളൊക്കെ ആണുങ്ങളല്ലേ സർ? I will tear it out.